നമുക്കിന്ന് ചായ മനസ്സയുടെ ഇല തോരൻ വെക്കാവേ. അതിന് വേണ്ടി ചായ മനസ്സയുടെ ഇല നിൽക്കുന്നത് നമ്മുടെ താഴത്തെ വശത്താണ്, നമ്മുടെ കടുക്കളയുടെ താഴെയായിട്ട്. അപ്പം താഴോട്ട് ഞാൻ പറിക്കാനായിട്ട് പോവുകയാണ്. നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു, അത് കാറ്റൊക്കെ വന്ന് ഒടിഞ്ഞ് താഴെ വീണു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഈ സൈഡൊക്കെ മതിൽ പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അങ്ങനെ പോയി. പിന്നെ ഞാനൊരു ചെറിയ കമ്പ് കൊണ്ട് ഇച്ചിരി കൂടെ താഴോട്ട് കൊണ്ട് വെച്ചതാണ്. പക്ഷെ അവിടെ അങ്ങ് വെയിലൊന്നും കിട്ടാത്തതുകൊണ്ട് ആർത്ത് വരുന്നില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറിച്ചെടുക്കാൻ വേണ്ടി മാത്രമുള്ളത് കിട്ടും. അപ്പം താഴെ ഇവിടെയാണ് കൊണ്ട് വെച്ചേക്കുന്നത് കണ്ടോ. അപ്പം ഈ ഇടയ്ക്ക് പറിക്കുന്നതുകൊണ്ട് ഇലകൾ കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തോരൻ വെക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലയാണ് നമുക്ക് തോരൻ വെക്കാനായിട്ട് നല്ലത് കേട്ടോ. ഒത്തിരി കട്ടി പിടിച്ചത് കൊള്ളത്തില്ല. അപ്പം നമുക്കിതിൻ്റെ ഇല തന്നെ ഇതുപോലത്തെ ഇല തണ്ടില്ലാതെ നമുക്കിതുപോലെ ഇലകൾ മാത്രം പറിച്ചെടുത്തിട്ട് നമുക്ക് ഭയങ്കര മഴ വരുന്നു ഞാൻ പറിക്കാൻ പോയ സമയത്ത് കേട്ടോ. താഴോട്ടെല്ലാം ഭയങ്കര മഴ വരുവാണ്. അപ്പവും ഞാനും കൂടെയാണ്, അവന് പഠിത്തമില്ലായിരുന്നു. അപ്പോൾ അപ്പവും ഞാനും കൂടെയാണ് പറിക്കാനായിട്ട് പോയത്. ഞങ്ങൾ രണ്ടും കൂടെ പറിച്ചിട്ട് ഇനി മേലോട്ട് കയറി അത് ഒരു ബക്കറ്റിലോട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് അവിടെയൊക്കെ നിൽക്കുന്നില്ല ചിലന്തി വലിയൊക്കെ കാണാം, നന്നായിട്ടൊന്ന് ഒലച്ച് കഴുകി നമുക്കിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടത്തെ ഒരു ചെറിയൊരു ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ, കുറച്ച് ഇലയേ കിട്ടിയുള്ളൂ. അപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. നമുക്ക് എരിവിന് വേണ്ടി ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇച്ചിരി തേങ്ങയും കൂടി ഇടണേ. തേങ്ങയും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ വേണം നന്നായിട്ട് ഞെരടി നമുക്കിത് മിക്സ് ചെയ്തെടുത്ത് വെക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഞെരടി എടുത്ത് തേങ്ങയും കൂടി കയറ്റി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ചാണ് ഇത് ശരിയാക്കുന്നത്. അതിനകത്തോട്ട് കടുകൊന്നും ഇടണമെന്നില്ല. അതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് വരും. ഇലയല്ലേ, അപ്പോൾ മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. നല്ല ഗുണമുള്ളതാണ്. ഇതിൻ്റെ ഇലയ്ക്കൊരു കട്ടുണ്ട്, അപ്പം കപ്പയുടെയൊക്കെ പോലെ. അപ്പം ഇത് ഇലയെ മൊത്തത്തിലും വെള്ളത്തിലൊന്ന് തിളപ്പിച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണ് നല്ലത്. ഒത്തിരി ഉണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കട്ടങ്ങ് മാറി കിട്ടും. ഒരു 20 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ സർവ്വരോഗ സംഹാരിണി എന്നാണ് അറിയപ്പെടുന്നത്. പ്രമേഹ രോഗികൾക്കും BP ഉള്ളവർക്കും വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും അതെല്ലാം ഓർമ്മശക്തി കിട്ടാനും അതുപോലെ തന്നെ കാഴ്ചശക്തി കിട്ടാനും ഒക്കെ നല്ലതാണ്. പിന്നെ സയനൈഡിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ഇത് നമുക്ക് തിളപ്പിച്ച് ഊറ്റിക്കളയണമെന്ന് പറഞ്ഞത്. കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഇതിനകത്ത് ഇല്ലാത്ത ഗുണങ്ങളൊന്നുമില്ല, ഇഷ്ടംപോലെ ഗുണങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.